പഴയൊരു പാട്ടാണിത്. ഏകദേശം ഒരു 40-45 വർഷം പഴക്കമുണ്ടെന്നാണ് എനിക്ക് ആദ്യം 45 വർഷത്തോളം ഉണ്ട്. അതെ. പാവനനാം ആട്ടിടയാ പാത കാട്ടുക നാഥ, പാവങ്ങൾ ഞങ്ങളാശ്വസിക്കട്ടെ ദേവ നിൻ തിരുസന്നിധിയിൽ. പാവനനാം ആട്ടിടയാ പാത കാട്ടുക നാഥ, പാവങ്ങൾ ഞങ്ങളാശ്വസിക്കട്ടെ ദേവ നിൻ തിരു സന്നിധിയിൽ. ഇന്നു മുന്നിലിരിക്കുമീ അന്നം നിന്റെ സമ്മാനമല്ലയോ. ഇന്നു മുന്നിലിരിക്കുമീ അന്നം നിന്റെ സമ്മാനമല്ലയോ. ഇന്നു ഞങ്ങൾ തൻ പാനപാത്രത്തിൽ നിന്റെ കാരുണ്യജീവനം. ഇന്നു ഞങ്ങൾ തൻ പാനപാത്രത്തിൽ നിന്റെ കാരുണ്യ ജീവനം. താവകതയ തൻ്റെ ശീതള താഴ്വരകളിൽ എന്നുമേ യഹോവ ഞങ്ങളെ നീ കിടത്തുന്നു, പ്രാണനിൽ കുളിരേകുന്നു. യഹോവ ഞങ്ങളെ നീ കിടത്തുന്നു, പ്രാണനിൽ കുളിരേകുന്നു. പാവനനാം ആട്ടിടയാ പാത കാട്ടുക നാഥ, പാവങ്ങൾ ഞങ്ങളാശ്വസിക്കട്ടെ ദേവ നിൻ തിരു സന്നിധിയിൽ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് ഫാദർ ജോയ്ക്കുട്ടി വർഗീസ്. ഓർത്തഡോക്സ് സഭയിലെ ഒരു വൈദികനാണ്. എൻ്റെ വീട് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയ്ക്കും കുണ്ടറയ്ക്കും ഇടയ്ക്ക് ഉള്ളൊരു സ്ഥലമുണ്ട്, മാർനാടെന്നാണ്. ആ സ്ഥലത്തിൻ്റെ ഒരു ഗ്രാമപ്രദേശമാണ്. ആ സ്ഥലത്താണ് എൻ്റെ വീട്. ഞാൻ അവിവാഹിതനായ, ഫാമിലി ഇല്ലാത്ത ഒരു അച്ഛനാണ്. ഫാമിലി എന്ന് പറയുമ്പോൾ ഭാര്യയും പിള്ളേരും ഒന്നും ഇല്ലാത്ത ഒരു അച്ഛനാണ്. വൈദികൻ ആയിട്ടിപ്പോൾ 25 വർഷമായി. 99-ലായിരുന്നു. ഞങ്ങളുടെ സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ കാതോലിക്ക ബാവായുടെ സെക്രട്ടറി ആയിട്ട് സെമിനാരി പഠനത്തിന് ശേഷം 5 വർഷം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഏഞ്ചൽ ബാവ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. മറ്റ് സഭകളുമായിട്ടൊക്കെ നല്ല ഒരു സുദൃഢമായ ബന്ധം കാത്തു സൂക്ഷിക്കുവാൻ അദ്ദേഹം സദാ ശ്രദ്ധനായിരുന്നു എന്ന് എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. കൊല്ലം ഭദ്രാസനത്തിലെ മെത്രാപ്പൊലീത്ത ആയിരുന്നു ആദ്യം. അതിനുശേഷം മാർത്തോമാ സഭയായിട്ടും CSC സഭയായിട്ടും അതുപോലെ തന്നെ മറ്റ് മലങ്കര കാത്തലിക്, മറ്റ് സീറോ മലബാർ, അങ്ങനെ ലത്തീൻ കത്തോലിക്ക, അതിലെ പരമാധ്യക്ഷന്മാരുമായിട്ടും ഒക്കെ നല്ലൊരു ബന്ധം പരീക്ഷിച്ചിരുന്നു. ഏറ്റവും കൂടുതൽ കത്തി നിന്ന ഒരു വർഗീയ
സംഘർഷത്തിലേക്ക് നീങ്ങുകയായിരുന്ന ഒരു നിലയ്ക്കൽ പ്രശ്നം ഉണ്ടായിരുന്നു. ശബരിമല ഇഷ്യൂ സംബന്ധിച്ച് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിൽ ഒരു സംഘർഷത്തിൻ്റെ വക്കിൽ എത്തുന്ന ഒരു സ്ഥിതിവിശേഷം വന്നപ്പോൾ ഇദ്ദേഹം ഇടപെട്ട് ആ തിരുമേനി, അതായത് മധ്യസ്ഥിതിയൻ ബാവ ഇടപെട്ട് അവരുടെ സ്വാമികളുമായിട്ടൊക്കെ ചർച്ച നടത്തി ആ ഒരു സമാധാന അന്തരീക്ഷം സംജാതമാക്കുവാൻ, ഒരു വിട്ടുവീഴ്ചയുടെ മനോഭാവം സംജാതമാക്കി തീർക്കുവാൻ വേണ്ടി അദ്ദേഹം പരിശ്രമിച്ചതൊക്കെ ഇപ്പോഴ് ഓർക്കുകയാണ്. ആ തിരുമേനിയുടെ സെക്രട്ടറിയായിട്ട് 5 വർഷക്കാലം സേവനം അനുഷ്ഠിക്കാൻ പറ്റിയതൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. തിരുമേനിയെ പ്രൊജക്റ്റ് ചെയ്തെങ്കിൽ എനിക്ക് തിരുമേനിയെ പ്രൊജക്റ്റ് ചെയ്യാതെ എനിക്ക് ഈ ഒരു വീഡിയോയിൽ എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്കും സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിയാണ് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ കാതോലിക്ക ബാവ. അദ്ദേഹത്തിൻ്റെ പ്രചോദനമായിട്ടാണ് ഞാനൊരു അവിവാഹിത പട്ടക്കാരനായിട്ടുണ്ടെങ്കിൽ, അവിവാഹിത പട്ടക്കാരനാണ് ഇപ്പോഴാണ്, ഇനിയും അങ്ങനെയാണ്. അതിനൊരു പ്രചോദനം, ഒരു ഇൻസ്പിറേഷൻ ലഭ്യമായത് തിരുമേനിയുടെ പ്രാർത്ഥനാ ജീവിതവും തിരുമേനിയുടെ ഉപവാസവും ആ നിഷ്ഠയോടുകൂടിയ ജീവിതചര്യകളും ഒക്കെയാണ് എന്നിൽ ഒത്തിരി സ്വാധീനം ചെലുത്തിയത്. അത്രയൊന്നും എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല, ബലഹീനതകൾ ഒക്കെ ഉണ്ടാകാം. തിരുമേനി പക്ഷേ മിക്കവാറും ആ ഒരു രീതിയിൽ പെർഫെക്റ്റായിട്ട് ജീവിക്കുവാൻ ശ്രമിച്ച ഒരു വന്യ വൈദിക മേലധ്യക്ഷനാണ്, വന്യ വൈദിക ശ്രേഷ്ഠനാണ്. പ്രത്യേകിച്ച് ആ തിരുമേനിയുടെ സ്മരണയ്ക്ക് മുമ്പിൽ പ്രണാമം അർപ്പിക്കുകയാണ്. അദ്ദേഹത്തെ കബറടക്കിയിരിക്കുന്നത് ശാസ്താംകോട്ട മൗണ്ട് ഹോറേബ് ആശ്രമത്തിലാണ്, കൊല്ലം ജില്ലയിൽ. അദ്ദേഹത്തിന് അതിനടുത്ത ഒരു പള്ളിയിലെ വികാരിയായിട്ടാണ് ഞാനിപ്പോൾ സേവനം അനുഷ്ഠിക്കുന്നത്. മുതുപിലാക്കാട്, കല്ലടയ്ക്കടുത്തുള്ള മുതുപിലാക്കാട് സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയുടെ വികാരിയാണ്. അതിനോട് അനുബന്ധിച്ചുള്ള ഒരു 5-6 കിലോമീറ്റർ അടുത്തുള്ള ശൂരനാട് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ഒരു ഒരു ആശ്രമമുണ്ട്, മൗണ്ട് സീനായ് ആശ്രമം എന്നുള്ളതാണ്. അതൊരു പഴയ ഒരു അച്ഛനുണ്ടായിരുന്നു, KC ശമൂലച്ഛന്. അച്ഛൻ്റെ സ്ഥാപനം ആയിരുന്നു, സഭയ്ക്ക് എഴുതി കൊടുത്തു. ഇപ്പോൾ ഞാനും അവിടെ ഒരു KT ഗീവർഗീസ് റമ്പാച്ചനുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇപ്പോൾ ആ ദേറയുടെ ചുമതല വഹിക്കുന്നത്. അതിനു മുമ്പ് ഞാൻ മാവേലിക്കര ഭദ്രാസന അരമനയുടെ മാനേജറായിരുന്നു, തെയ്യോഭവൻ അരമന. അത് മാവേലിക്കര തഴക്കരയ്ക്ക് സമീപമാണ് ബിഷപ്സ് ഹൗസ്. അതിൻ്റെ മാനേജറായിട്ട് 6 വർഷത്തോളം സേവനം അനുഷ്ഠിച്ചു. അതിന് മുമ്പ് കോട്ടയത്തായിരുന്നു, വാകത്താനം വള്ളിക്കാട്ട് ദേറായിൽ. അത് മിക്കവാറും വാകത്താനത്താണ് എല്ലാവർക്കും, ആ ദേറ എല്ലാവർക്കും അറിയാവുന്നതാണ്. മിക്കവാറും ഓർത്തഡോക്സ് സഭാ വിഭാഗങ്ങൾക്കെല്ലാം തന്നെ സുപരിചിതമായിട്ടുള്ള ഒരു ദേറയാണ്. മലങ്കര സഭയുടെ 2ാമത്തെ കാതോലിക്കായെ കബറടക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഔഗേന്മാർ ദിവന്നാസ്യോസ് തിരുമേനി കാർ അപകടത്തിൽ കാലം ചെയ്തൊരു തിരുമേനിയുണ്ട്. 2 തിരുമേനിമാരെയും കബറടക്കിയിരിക്കുന്ന ഒരു ദേറായാണ് വാകത്താനം വള്ളിക്കാട്ട് ദേറ. അവിടുത്തെ അസിസ്റ്റൻ്റ് മാനേജറായിരുന്നു. അതിനു മുമ്പ് അടൂർ അരമന വരുന്നതിന് മുമ്പേ അതിൻ്റെ മാനേജറായിട്ട് സേവനമനുഷ്ഠിച്ചു. ദേവലോകം അരമനയിലെ ബാബാ തിരുമേനോടൊപ്പം ഉണ്ടായിരുന്നു, കൊല്ലം അരമനയിലുണ്ടായിരുന്നു. അങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കാൻ ദൈവം അവസരം ലഭ്യമാക്കി. അതിനുശേഷം വിയന്നയിൽ ഞാൻ ഓസ്ട്രിയയുടെ ക്യാപിറ്റലായ വിയന്നയിൽ ഒരു ചെറിയ കോൺഗ്രിഗേഷൻ, ഓർത്തഡോക്സ് കോൺഗ്രിഗേഷൻ ഉണ്ടായിരുന്നു. അവിടുത്തെ വികാരിയായിരുന്നു. ഒരു 20 വീട്ടുകാർ മാത്രമേ ഉള്ളെങ്കിലും പോലും അവിടെ കാത്തലിക് ആണ്. ഏകദേശം 2000-3000 കൂടുതൽ കാതോലിക് അംഗങ്ങൾ, സീറോ മലബാർ ചർച്ചും ക്ലാനായ വിഭാഗവും എല്ലാം ചേർത്തുണ്ട്. പക്ഷേ അവരുമൊക്കെ ആയിട്ട് നല്ലൊരു വ്യക്തിബന്ധം സ്ഥാപിച്ച് നല്ല ഒരു ആത്മീയ അന്തരീക്ഷവും നല്ലൊരു സൗഹൃദ അന്തരീക്ഷവും ഒക്കെ ഒരു സന്തോഷത്തിൻ്റെ ഒരു അവസരമായിരുന്നു ആ ഒരു കാലയളവ്. അങ്ങനെ അവിടെ സ്വിറ്റ്സർലൻഡിലെയും ഒരു വികാരിയായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. വിയന്നയുടെയും സ്വിറ്റ്സർലൻഡിൻ്റെയും വികാരിയായിട്ട് സേവനം അനുഷ്ഠിക്കുവാൻ ദൈവം അവസരം ലഭ്യമാക്കി. അതിന് ശേഷം ഈ അമേരിക്കയിൽ ഇപ്പോഴേ വിസിറ്റിംഗ് വിസയിൽ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഇരിക്കുന്ന ഒരു അനിയൻ ചാക്കച്ചേരി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിൽ ആണ്. അദ്ദേഹത്തിൻ്റെ ബ്രദറിലാണ് യൂട്യൂബ് ചാനൽ, അത് ഹൂസ്റ്റൺ വോയിസ് എന്ന് പറയുന്ന ആ ഒരു ചാനൽ നടത്തിക്കൊണ്ട് പോകുന്നു. നല്ല രീതിയിൽ ചാനൽ നടത്തിക്കൊണ്ട് പോകുന്നു. അദ്ദേഹത്തെക്കുറിച്ചുള്ള കേട്ടിട്ട് എനിക്ക് ഭയങ്കര ഒരു ആത്മീയമായിട്ടുള്ളൊരു സന്തോഷം ഉണ്ടായി. ഒരു ടെസ്റ്റ് മണി കേട്ടിട്ട് അത് അനിയച്ചാൻ അത് വ്യക്തമായിട്ടത് പറഞ്ഞിട്ടുണ്ട്. അബുദാബിയിൽ വെച്ച് വലിയൊരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് വീണ് ഏകദേശം ഒരു 2 മാസത്തോളം വെൻറ്റിലേറ്ററിലും ഒക്കെ ആയിട്ട് സ്ഥിതി ചെയ്തതിന് ശേഷം 6 മാസത്തിന് ശേഷം ഇപ്പം ജോലി നോക്കുന്നുണ്ട്. അമേരിക്കയിലാണ് ജോലി നോക്കുന്നത്. അത് എന്തോരം ദൈവത്തിൻ്റെ കൃപയാണ്.
അത് എല്ലാവരും എഴുതി തള്ളിയ ഒരു സ്ഥിതിവിശേഷത്തിൽ നിന്ന് ദൈവം അത്ഭുതകരമായിട്ട് വിടുവിച്ച് ഇപ്പോൾ ഈ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ടും ദൈവ ശുശ്രൂഷയായിട്ടും അതുമായിട്ട് അനുബന്ധമായിട്ടൊരു ചാനൽ തന്നെ നടത്തിക്കൊണ്ട് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധമായിട്ടുള്ള ആശംസകളും പ്രാർത്ഥനകളും ഈ സമയത്ത് അറിയിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം സെന്നി ആണ് അദ്ദേഹത്തിൻ്റെ സെന്നിയുടെ ബ്രദർ. അനിയൻ ചക്കച്ചേരിയുടെ വൈഫ് ആൻസിയുടെ ബ്രദർ കൂടിയാണ്. ഇവിടേക്ക് ഞാനിവിടെ ഈ ഭവനത്തിലേക്ക് കടന്നപ്പോൾ അദ്ദേഹം സന്തോഷത്തോടുകൂടി ഇവിടേക്ക് കടന്നു വന്ന് എന്നെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അതനുസരിച്ചാണ് ഇപ്പോൾ ഈ യൂട്യൂബ് ചാനലിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പ്രത്യേകമായിട്ടുള്ള ഹൂസ്റ്റൺ വോയിസ് എന്ന ഒരു ചാനലിലേക്ക് ഇതുപോലെ ഒരു പ്രബോധനം അതുപോലെ തന്നെ എൻ്റെ ടെസ്റ്റ് മണിയും ഒക്കെ നൽകുവാൻ ഇടയായത് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് നിങ്ങളെല്ലാവരെയും അറിയിക്കുകയാണ്. ഈ ചാനൽ കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് വരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അത് ദൈവരാജ്യ മഹത്വത്തിന് വേണ്ടി ആ ചാനൽ ഉപയുക്തമാക്കി തീർക്കട്ടെ. അതിൻ്റെ ദൈവരാജ്യ പ്രഘോഷണങ്ങളും പ്രബോധനങ്ങളും അതുപോലെ തന്നെ ഗീതങ്ങളും ഒക്കെ ആലേഖനം അല്ലെങ്കിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നല്ല പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യുവാൻ അദ്ദേഹത്തിന് ദൈവം ശക്തി നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവിധമായിട്ടുള്ള ആശംസകളും ഈ ചാനലിന് നേരുകയും ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ അനുദിന ജീവിതത്തിലെ പ്രബോധനങ്ങൾ നമ്മൾ ഒത്തിരി കേൾക്കാറുണ്ട്. സുവിശേഷത്തിൽ തന്നെ ഒരു ചെറുപ്പക്കാരൻ്റെ ചിത്രം നമുക്ക് ഒരു യേശുക്രിസ്തുവിനെ സമീപിച്ച ഒരു ചെറുപ്പക്കാരൻ്റെ ചിത്രം നമുക്ക് കാണുവാൻ സാധിക്കും. അതായത് ഒരു പ്രമാണിയാണ്. യഹൂദന്മാർ യേശുക്രിസ്തുവിനെ കണ്ടിരുന്നത് ശത്രുവായിട്ട് കണ്ടിരുന്ന ആ ഒരു അവസ്ഥയിൽ 2-3 പ്രമാണിമാർ ഈ യഹൂദന്മാരുടെ പ്രമാണിമാർ കർത്താവിനെ സമീപിക്കുന്നുണ്ട്. ഒന്ന് നിക്കോദിമോസ, രാത്രിയിൽ അദ്ദേഹം പരീക്ഷ പ്രമാണിയായിരുന്നു, സന്നിധി സംഘത്തിലെ ആളായിരുന്നു. പക്ഷേ ആ സന്നിധി സംഘത്തിന് ആ ഒരു സ്ഥാനമാനങ്ങൾക്ക് കോട്ടം തട്ടുമോ എന്നുള്ളൊരു ഭയാശങ്ക നിമിത്തമാണ് അദ്ദേഹം ആരും അറിയാതെ രാത്രിയിൽ കടന്നു വരുന്നത്. അതുകൊണ്ട് തൻ്റെ സ്ഥാനം നിലനിർത്തുകയും വേണം, യേശുവിനെ കാണുകയും വേണം. അതാണ്. അതിനുശേഷം വേറൊരു ശാസ്ത്രി വന്ന് എൻ്റെ അയൽക്കാരനാരാണെന്ന് ചോദിച്ചുകൊണ്ട് യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അതല്ല, ഇപ്പോൾ ഈ വേറൊരു വ്യക്തി, അതായത് ഒരു പ്രമാണി, ഒരു യുവാവ്, ഒരു ധനവാൻ, ഈ 3 കാര്യങ്ങൾ ഒത്തിണങ്ങിയ ഒരു വ്യക്തിയാണ് ക്രിസ്തുവിനെ സമീപിച്ചിട്ട് നിത്യജീവൻ അവകാശമാക്കുവാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ക്രിസ്തുവിനോട് ചോദിക്കുന്നത്. ക്രിസ്തു അവനോട് ആദ്യമേ ചോദിക്കുന്നത് നീ കൽപ്പനകളൊക്കെ പാലിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. കൽപ്പനകൾ അവൻ പറയുന്നു, ഞാൻ ചെറുപ്പം മുതലേ പാലിക്കുന്ന ഒരു വ്യക്തിയാണ്, അഭിമാനത്തോടുകൂടി ബാല്യം മുതലേ എൻ്റെ കൽപ്പനകളൊക്കെ ദൈവകൽപ്പനകളൊക്കെ ഭംഗം കൂടാതെ പാലിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ യേശു പറയുന്നുണ്ട് നിത്യജീവൻ കരഗതമാക്കുവാൻ കൽപ്പന പാലിച്ചുകൊണ്ട് മാത്രം ആവത്തില്ല, നീ ജീവകാരുണ്യ പ്രവർത്തനം കൂടെ ചെയ്യണം. അതെങ്കിലും നിനക്ക് നിത്യജീവൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഏതെങ്കിലും ഒരു സഭാവിഭാഗനെ ഒരു തലത്തിൽ മാത്രം നിന്നുകൊണ്ട് സ്വർഗരാജ്യം കിട്ടത്തില്ല. ഇതല്ല, കർത്താവ് യേശുക്രിസ്തുവിനെ രക്ഷിതാവെന്ന് ഏറ്റു പറഞ്ഞാൽ മാത്രം കിട്ടുന്നതല്ല സ്വർഗരാജ്യം. നിത്യജീവൻ്റെ ഒരു രണ്ടാമത്തെ അവസ്ഥയായത് കൽപ്പനകൾ പാലിക്കണം, ജൈവകാരുണ്യ പ്രവർത്തനം ചെയ്യണം, അതുപോലെ തന്നെ തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിച്ച് ഏറ്റു പറയണം. ഇതൊക്കെ വ്യത്യസ്തമായ ഘടകങ്ങൾ കൂടിയെങ്കിൽ മാത്രമേ നിത്യജീവൻ സ്വർഗരാജ്യം നമുക്ക് ലഭ്യമായി തീരുകയുള്ളൂ. ഏതെങ്കിലും ചെറിയ പൊടിക്കൽ വേദപുസ്തകത്തിൽ ഏതെങ്കിലും ഒരു വാക്യം എടുത്തുകൊണ്ട് ഇതാ ശരി, ഇതുകൊണ്ട് സായുജ്യം അടഞ്ഞുകൊള്ളുക എന്നുള്ളൊരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ വരുന്നില്ല, അത് തെറ്റാണ്. അതുകൊണ്ട് വേദപുസ്തകം പൂർണ്ണമായിട്ട് പഠിച്ച് അതിൽ ആലേഖനം ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ അത് വ്യക്തമായിട്ട് പരിപാലിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ദൈവവുമായിട്ട് കൂടുതൽ അടുത്ത് ഇടപെടാൻ പറ്റത്തുള്ളൂ, ദൈവവുമായിട്ടുള്ള സംസർഗം നിലനിർത്താൻ പറ്റുകയുള്ളൂ. ആ ചെറുപ്പക്കാരിൽ നിന്ന് നമുക്ക് 2 സന്ദേശങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ പറ്റും. അവന് ചെറുപ്പക്കാരനായിരുന്നു, അത് ഉൾക്കൊള്ളേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ സന്ദേശം അതാണ്. അവന് ചെറുപ്പക്കാരനായിരുന്നു, യുവാവായിരുന്നു. ഇന്നത്തെ യുവാക്കൾ അങ്ങനെ ചെയ്യുമോ? തീർച്ചയായിട്ടും യുവജനങ്ങളിൽ ഭൂരിഭാഗവും ദൈവത്തെ മറന്നുകൊണ്ടുള്ള ഒരു ചിന്തയാണ്, ജീവിതമാണ്. ലഹരി വസ്തുക്കൾക്കൊക്കെ അടിമപ്പെട്ട് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ എന്നുള്ള എപ്പിക്യൂരിയൻ ഫിലോസഫി അനുസരിച്ച് അടിച്ച് പൊളിച്ച് ജീവിക്കണം എന്നുള്ള, അതിന് ലഹരിയാണെങ്കിലും മറ്റുള്ള ഏത് രീതിയിലും ഈ ലോകത്തിന് അനുരൂപമായ സന്തോഷം കരഗതമാക്കി മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് യുവജനങ്ങളിൽ മിക്ക ആളുകളും. പക്ഷേ അവരിൽ നിന്ന് വ്യത്യസ്തനാണ് ഈ യുവാവായ വ്യക്തി. അവൻ യേശുക്രിസ്തുവിൻ്റെ അടുക്കലേക്കാണ് കടന്നു വരുന്നത്. കണ്ടുപഠിക്കേണ്ട കാര്യം അത്. പള്ളി ആരാധനയ്ക്കൊക്കെ പ്രാധാന്യം നൽകി, ദേവാലയ ആരാധനയ്ക്ക്. ഇത് അമേരിക്കയാണ്. അമേരിക്കയിൽ ഞാൻ യുവജനങ്ങളെ ആക്ഷേപിക്കാമെന്ന് വിചാരിക്കരുത്. തീർച്ചയായിട്ടും
നല്ലൊരു ഗണ്യമായ വിഭാഗം ചെറുപ്പക്കാർ പള്ളിയിൽ വരുന്നുണ്ട് ഇപ്പോഴും ഇവിടെ. ഞാൻ നേരിട്ട് കണ്ട് എനിക്ക് മനസ്സിലായത് അത് എല്ലാ സഭയിലും, CSC സഭയിലാണെങ്കിലും അത് സെന്നി ഉൾക്കൊള്ളുന്ന CSC സഭയിലാണ് അവരുണ്ട്. അവർ ആ ഒരു ആത്മീയമായ പശ്ചാത്തലത്തിൽ ആ ഒരു വളർന്നു വരുന്ന കുട്ടികൾ എവിടെ ചെന്നാണെങ്കിലും അവർ ദൈവവുമായിട്ട് സംസർഗം നിലനിർത്തും. പക്ഷെ മാതാപിതാക്കളെ മാതൃക കാണിച്ചു കൊടുക്കണം, പള്ളിയിൽ പോകാൻ പറയണം. മറിച്ച് അവരെ നീ എവിടെയെങ്കിലും പോയിട്ട് പോക്കോ, അതേപോലെ 3 രീതിയിലുള്ള വളർച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും അന്വേഷിക്കുക. ലൗകികമായ വളർച്ച കിട്ടുന്നുണ്ടെന്ന്, ലൗകിക വളർച്ച കുറച്ച് പോഷക സമൃദ്ധമായ ആഹാരമൊക്കെ കഴിച്ചാൽ ലൗകിക വളർച്ച കിട്ടും. പിന്നെ പൈതൽ വളർന്നു, ഞാനെന്നറിയുന്നുണ്ട്. ഇന്ന് ഇൻ്റർനെറ്റിൽ ഇന്നത്തെ ടെക്നോളജി അനുസരിച്ച് എന്തുമാത്രമാണ് ഈ ലോകം വളർന്നിരിക്കുന്നത്. ജ്ഞാനം കിട്ടുന്നുണ്ട്. ഞങ്ങളൊക്കെ പഠിച്ച സമയത്തെ ഗൂഗിളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു സമയത്താണ് അന്നൊരു 210 അല്ലെങ്കിൽ 201 മാർക്ക് വാങ്ങിക്കുന്നത് വലിയൊരു കാര്യമാണ്. ഇന്നിപ്പോൾ ഡിസ്റ്റിങ്ഷൻ വാങ്ങിച്ചാലും വലിയ ഫലമില്ലാത്തൊരു അനുഭവം. അന്നത്തെ കഷ്ടപ്പാടുകൾ അന്ന് നോക്കണം. എന്തുമാത്രം കഷ്ടതകളിലൂടെ കടന്നുപോയി. സാമ്പത്തിക പരാധീനത, വീട്ടിലെ ജോലി മുഴുവൻ ചെയ്യണം, അതെല്ലാം കഴിഞ്ഞിട്ട് വാഹന സൗകര്യമില്ല, നടന്ന് സ്കൂളിൽ പോകണം. അങ്ങനെ കഷ്ടപ്പെട്ട ഒരു 240 മാർക്ക് വാങ്ങിച്ചാൽ അത് മാർക്കാണ്. പക്ഷേ ഇന്ന് ഏകദേശം മറ്റേ ഈ ക്യാപ്സൂൾ പോലെ കുറച്ച് ഈ കാര്യങ്ങളൊക്കെ സ്വായത്തമാക്കി അതിലൂടെയൊക്കെ കുറച്ച് കാണാതൊക്കെ പഠിച്ച് ഇന്നൊക്കെ ഒത്തിരി ഒരു ഒബ്ജക്റ്റീവായി ഒരു 10 എഴുതി കഴിഞ്ഞാൽ ഇപ്പം മാർക്ക് കിട്ടും, നല്ലോണം മാർക്ക് കിട്ടും. അന്ന് അതൊന്നും അല്ല. പഠിച്ച് നല്ലോണം essay ഒക്കെ എഴുതി നല്ല കൃത്യമായിട്ട് എഴുതിയെങ്കിലേ പറ്റത്തുള്ളൂ. അത് യാതൊരു വിധമായിട്ടുള്ള നോട്ട്സോ അധ്യാപകർ തരുന്ന നോട്ട്സ് ഉണ്ടെങ്കിൽ അത് പഠിച്ച് മാത്രമേ അന്ന് എഴുതാൻ പറ്റത്തുള്ളൂ. അതിന് 360 മാർക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ SSLCക്കൊക്കെ പൗരസ്വീകരണവും അതുപോലെ തന്നെ ദേവാലയ സ്വീകരണവും ഒക്കെ കിട്ടും. ഇന്ന് ഏകദേശം 600-ൽ 590 വാങ്ങിച്ചാലും എത്രയേ കൊള്ളോ, ഇനി 10 മാർക്ക് അവിടെ പോയി എന്ന് ചോദിക്കും. അത് അങ്ങനത്തുള്ളൊരു കാലഘട്ടത്തിലാണ് വിളിക്കുന്നത്. അതുകൊണ്ട് പ്രധാനമായിട്ടും മൂന്നാമത്തേതായിട്ട് ആത്മീയ വളർച്ച, ആത്മാവിൽ ബലപ്പെടുന്ന അനുഭവം. 2 വളർച്ചയുണ്ട്, ലൗകിക വളർച്ചയുണ്ട്, ബൗദ്ധിക വളർച്ചയുണ്ട്. പക്ഷേ ആത്മീയ വളർച്ചയിൽ നിന്ന് അന്യം നിന്ന് പോകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ് ഈ ലോകം ഗ്ലോബലായിട്ട് നാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ. അത് കേരളത്തിൻ്റെ അവസ്ഥയും അമേരിക്കയുടെ അവസ്ഥയും UK അവസ്ഥയും എല്ലാം അത് തന്നെയാണ്. അതിന് ആത്മീയമായിട്ട് ഒരു പശ്ചാത്തലമൊക്കെ ശുഷ്കമാണ്. ആത്മീയമായി കരിന്തിരി കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവത്തിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നു പോകുന്നത്. ആ ഒരു അവസ്ഥ മാറിയിട്ട് ആത്മാവിൽ ബലപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ദൈവത്തെ അറിയുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ ഞങ്ങൾക്ക് അച്ഛന്മാർക്ക് കടമയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്, മാതാപിതാക്കൾക്ക് ഉത്തരവാദിത്വമുണ്ട്. അത് അവരെ ആ ഒരു തലത്തിൽ വളർത്തിക്കൊണ്ട് വരുന്ന കുഞ്ഞുങ്ങളെ കണ്ടാൽ അറിയാം. തീർച്ചയായും അമേരിക്കൻ പശ്ചാത്തലമാണെങ്കിലും അത് അവരെ സ്വാധീനിക്കത്തില്ല. അമേരിക്കൻ പശ്ചാത്തലത്തിൽ അടിച്ചുപൊളിച്ച് ജീവിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ട്. അത് പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ ഉൾപ്പെട്ടതാണ്. പക്ഷേ അവരെ അത് സ്വാധീനിക്കാതെ മാതാപിതാക്കളുടെ സ്നേഹവലയത്തിൽ ഉൾപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് പോകുന്ന കുഞ്ഞുങ്ങൾ വേദപുസ്തകം വായിക്കും, ദേവാലയത്തിൽ പോകും, ആധ്യാത്മിക സംഘടനകളിലൊക്കെ നിഷ്കർഷയോടുകൂടി സംബന്ധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ചെറുപ്പക്കാരനായ യുവാവിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട സന്ദേശം അതാണ്. ദൈവത്തെ അറിയാവുന്ന സമയത്ത് ദൈവത്തെ അറിയാൻ പോകണം. മറിച്ച് ഈ ലോകത്തിലൊക്കെ ജീവിച്ച് മരിക്കാറാകുന്ന സമയത്ത് ദൈവത്തെ അറിയാം, രക്ഷിക്കപ്പെട്ടു എന്നൊക്കെ പറയുന്നത് അതിനകത്തൊക്കെ ഒരു വലിയ അർത്ഥമില്ല. പക്ഷേ അതിനെ ഞാൻ നിരുത്സാഹപ്പെടുത്തുകയല്ല. അതിനേക്കാൾ പറയട്ടെ, ഈ ദൈവത്തെ അറിയാൻ പറ്റുന്നത് ഈ ലോകത്തിന് അനുരൂപമായ രീതിയിൽ ജീവിതത്തെ ക്രമപ്പെടുത്തണമെന്നുള്ള ഉത്കടമായ അഭിവാഞ്ച വരുമ്പോൾ അതിനെ തൃണവൽഗണിച്ചുകൊണ്ട് ആത്മീയമായ പശ്ചാത്തലത്തിലേക്ക് പോകുന്നതാണ് ഏറ്റവും പരമപ്രധാനമായിരിക്കുന്ന കാര്യം. ആ യുവാവിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട ഒന്നാമത്തെ സന്ദേശം അതാ. രണ്ടാമത്തത്, ഹി കെയിം ടു ദ റൈറ്റ് പേഴ്സൺ. അവൻ ശരിയായ വ്യക്തിയുടെ അടുക്കലേക്ക്, അവൻ്റെ സംശയം സ്വർഗത്തിലേക്ക് പോകാൻ എനിക്ക് യോഗ്യതയില്ല എന്നുള്ളൊരു ചിന്ത വന്നപ്പോഴാണ് യേശു ക്രിസ്തു സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളൊരു ചിന്ത അവനിൽ ഉണ്ടാവുകയും അവൻ വേറെ ലൗകികമായ കുറുക്ക് വഴികളിലൂടെ ഒന്നും പോകാതെ തൻ്റെ മനസ്സിനെ മതിക്കുന്ന ചോദ്യത്തിന് ഉത്തരം തേടുവാൻ വേണ്ടി ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്കാണ് കടന്നു വരുന്നത്. ഇന്നത്തെ ആധുനിക തലമുറ എങ്ങനെയാണ്? ഏതെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴേ മന്ത്രവാദം, ഏതാണ്ട് ചെയ്തതാ. അതുകൊണ്ട് ഏതാണ്ട് ചെയ്തതാണ് അതിന് മന്ത്രവാദത്തെ ആശ്രയിച്ചിട്ട് കബഡിയൊക്കെ നിരത്തി കുറച്ച് പൈസയൊക്കെ ചിലവാക്കി പ്രശ്നം തീരത്തില്ല. അതുകൊണ്ട് പിന്നെ മദ്യപാനത്തെ ആശ്രയിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. മദ്യപാനം ഇതിലൂടെ എൻ്റെ ഭാര്യ ശരിയല്ല, അതുകൊണ്ടാണ് ഞാൻ മദ്യപിക്കുന്നത് എന്നുള്ള ഒരു ന്യായീകരണം കണ്ടെത്തുക. ഇത് തെറ്റിന് ന്യായീകരണം കണ്ടെത്താൻ വേണ്ടി എന്തും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എൻ്റെ കുടുംബ സമാധാനമില്ല, മക്കൾ ശരിയല്ല, അതുകൊണ്ട് ഞാൻ മദ്യപിക്കുന്നതെന്ന് പറയുന്നതുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല. അതിലൂടെ പ്രശ്നം പരിഹരിക്കപ്പെടത്തില്ല. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകെ നമ്മെ കരുതുന്ന ഒരു ദൈവമുണ്ട്. അവൻ നിങ്ങളുടെ സകല ചിന്താകുലവും അവങ്കൽ ഇട്ടുകൊള്ളുക എന്നാണ് പറയുന്നത്. അതുകൊണ്ട് മറ്റുള്ള ഏത് കുറുക്ക് വഴി, ലൗകികമായ ഏത് കുറുക്ക് വഴികളും പ്രശ്നങ്ങൾ പരിഹാരം ലഭ്യമായി തീരത്തില്ല.
അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ മതിക്കുന്ന ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, പ്രതിബന്ധങ്ങളുണ്ടെങ്കിൽ, രോഗങ്ങളുണ്ടെങ്കിൽ, ദുഃഖങ്ങളുണ്ടെങ്കിൽ ഈ ലൗകികമായിട്ട് നാം അത് പരിഹരിക്കാൻ ശ്രമിക്കാതെ യഥാർത്ഥമായി ദൈവസന്നിധിയിൽ ഇറക്കി വെച്ച് ആശ്വസിക്കുവാനുള്ളൊരു അത്താണിയായിട്ട് ദൈവത്തെ ദർശിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് ആ ചെറുപ്പക്കാരൻ നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് അവൻ ശരിയായ കാര്യമാണ് ചോദിക്കുന്നത്. അവന് ധനമോ സൗഭാഗ്യമോ ഒന്നും അല്ല ചോദിക്കുന്നത്. എനിക്ക് സ്വർഗ്ഗരാജ്യത്തിൽ പോകണം, എന്താ ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അതാണ് ഇന്നത്തെ കാര്യങ്ങളെന്തോ എന്തെല്ലാം ആവലാദികൾ. ദൈവം പ്രത്യക്ഷപ്പെട്ട ശലോമോനോട് പറഞ്ഞ് നീ ഇഷ്ടമുള്ള വരം ചോദിച്ചോളാം പറഞ്ഞു. ഇന്ന് ദൈവം പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചാൽ നമുക്ക് കൺഫ്യൂഷനാണ്. എന്തോ ചോദിക്കണം അല്ലേ, എന്തോ ചോദിക്കണം എന്നുള്ളൊരു ചിന്തയാണ് അല്ലേ, നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷേ ശലോമോന് 2 കാര്യം ചോദിച്ചോളൂ. നീ എന്നെ ഏൽപ്പിച്ച ജനത്തെ ന്യായപാലനം ചെയ്യാൻ കഴിവും പ്രാപ്തി മാത്രമേ ചോദിച്ചുള്ളൂ. അതുകൊണ്ട് ദൈവം ചോദിച്ചതെന്ന് നനച്ചതിലുപരിയായിട്ട് ശലോമോനെ ജ്ഞാനം കൊണ്ടും സമൃദ്ധി കൊണ്ടും സമ്പത്തോട്ടും ഒക്കെ അനുഗ്രഹിച്ചു എന്നുള്ളത്. ദൈവസന്നിധിയിൽ ഇതുപോലെ ന്യായമായത് ചോദിച്ചാൽ ദൈവം നമുക്ക് ചോദിച്ചതിൽ ഉപരിയായിട്ട് ദൈവം നമുക്ക് അനുഗ്രഹ കടാക്ഷം കൊണ്ട്, കൃപ കടാക്ഷം കൊണ്ട് നമ്മെ നിറയ്ക്കും എന്നുള്ളത് നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. മറിച്ച് എൻ്റെ കാര്യങ്ങൾ സാധിക്കാനുള്ള ഒരു ഉപകരണമായിട്ട് ദൈവത്തെ ആക്കി തീർക്കുന്നതാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഫലം ലഭ്യമാകാതെ പോകുന്നത്. നമ്മളിപ്പോൾ എന്തെങ്കിലും പ്രാർത്ഥിക്കുന്നത്, പുണ്യവളന്മാരുടെയൊക്കെ പെരുന്നാൾ വരുമ്പോൾ പുണ്യവളച്ച എങ്കിൽ എൻ്റെ മക്കൾ പരീക്ഷയ്ക്ക് ജയിച്ച് നല്ല ജോലി കിട്ടുമെങ്കിൽ ഞാനിത് പള്ളിക്ക് കൊടുത്തേക്കാം എന്നുള്ളൊരു ആ ക്ലോസ് ഒരിക്കലും പാടില്ല നമ്മുടെ ജീവിതത്തിൽ. സുഖദുഃഖ സമ്മിശ്രമാണ് ഈ ലോക ജീവിതത്തിൽ. ദൈവം നമ്മെ എപ്പോഴും കരുതുന്നുണ്ട്, നമ്മെ പരിപാലിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവകരങ്ങളിൽ ഞാൻ സുരക്ഷിതയാണ് എന്നുള്ള അവബോധം ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് പൂർണ്ണമായിട്ട് ദൈവസന്നിധിയിൽ ന്യായമായത് ചോദിക്കുക. ന്യായമായത് മാത്രമേ ചോദിക്കാവൂ. അത് ദൈവസന്നിധിയിലാണെങ്കിലും മറ്റുള്ളവരിൽ നിന്നാണെങ്കിലും അമിതമായ ഒരു പ്രതീക്ഷയൊന്നും വെച്ച് പുലർത്തരുത്. അമിതമായ പ്രതീക്ഷ വെച്ച് പുലർത്തിയിട്ട് യാതൊരു കാര്യമില്ല അല്ലേ. മാതാപിതാക്കൾ മക്കളിൽ അമിതമായ പ്രതീക്ഷ വെച്ച് പുലർത്തും. അവർ വളർന്നു കഴിഞ്ഞാൽ അവർ മാതാപിതാക്കളെ ഉപേക്ഷിച്ച് അവരുടെ പാട്ടിന് പോകും. അല്ലെങ്കിൽ അവർ പിന്നെ അവരെ പിന്തുണയ്ക്കത്തില്ല. മാതാപിതാക്കൾ പിന്നീട് ആ ഒരു പ്രയാസത്തിൽ പിന്നീട് പോവും. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറ്റുള്ളവരിൽ നിന്നൊരു പ്രതീക്ഷയും വെച്ച് പുലർത്താതെ ജീവിച്ചാൽ നമ്മുടെ ജീവിതം ശോഭനമായിട്ട് മുമ്പോട്ട് പോകും. പ്രതീക്ഷ വെച്ച് പുലർത്തി ആ പ്രതീക്ഷ നടക്കാതെ വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നിരാശയുണ്ടാകുന്നത്, ദുഃഖമുണ്ടാകുന്നത്, പിന്നീട് സന്താപം ഉണ്ടാകുന്നത്, അരക്ഷിതാവസ്ഥ ഉണ്ടാകുന്നത്, അരാജകത്വം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഒന്നും പ്രതീക്ഷിക്കാതെ സ്മൂത്തായിട്ട് പോവുക, ദൈവം കരുതിക്കൊള്ളൂ എന്നുള്ള ചിന്ത ജീവിതത്തിൽ വെച്ച് പുലർത്തുക. അതുകൊണ്ട് യൗവനത്തിൽ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക എന്നുള്ള ഒന്നാമത്തെ സന്ദേശം. അതുപോലെ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി ഈ ലോകത്തിലെ ഉപാധികളോ ഈ ലോകത്തിലെ വ്യക്തികൾക്കൊന്നും സാധിക്കത്തില്ല. കർത്താവിന് തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള ഉത്കടമായ വിശ്വാസവും പ്രത്യാശയും ജീവിതത്തിൽ അന്വർത്ഥമാക്കിക്കൊണ്ട് ജീവിതത്തെ മുമ്പോട്ട് നയിക്കുക. അതുപോലെ തന്നെ ദൈവസന്നിധിയിൽ ന്യായമായത് മാത്രം ചോദിക്കുക. അതായത് അല്ലെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ പരിഹരിക്കപ്പെടാത്ത അല്ലെങ്കിൽ മറുപടി ലഭിക്കാത്ത പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. അതാണ് ഏലിയാവിൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചില്ല. എന്താ, ഏലിയാവ് തീഷ്ണവാനായിട്ടാണ് പ്രാർത്ഥിച്ചത്. കർമ്മേലിൻ്റെ മലയിൽ ബാലിൻ്റെ പ്രവാചകന്മാരുമായിട്ട് ഏറ്റുമുട്ടിയിട്ട് ദൈവമേ ഇടപെടണമേ എന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് അഗ്നി ഇറങ്ങി ആ പീഠത്തിന്മേലുള്ള യാഗവസ്തുവിനെ ദഹിപ്പിക്കാൻ തക്ക തീഷ്ണമായ പ്രാർത്ഥനയാണ് ഏലിയാവ് പ്രാർത്ഥിച്ചത്. പക്ഷേ ആ വ്യക്തിയാണ് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഇസബേലിനെ ഭയന്ന് ഒരു ചൂരച്ചെടിയുടെ തണുക്കുന്നത്. ഇപ്പോൾ മതി യഹോവേ, എന്നെ അങ്ങ് എടുത്തോണേ എന്നുള്ള രീതിയിൽ ദയനീയമായിട്ട് വിലപിക്കുന്ന ഒരനുഭവം. പക്ഷേ അവൻ ആ പ്രാർത്ഥന ദൈവം കേട്ടില്ല. നീ അങ്ങനെ ചൂരച്ചെടി കിടന്ന് മരിക്കേണ്ട പ്രവാചകനല്ല. പ്രവാചക ശിഷ്യന്മാരൊക്കെ കാണണ്ടേ, അഗ്നിരഥങ്ങളാൽ ആകാശങ്ങളിലേക്ക് എടുക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ് നീ. അങ്ങനെ ദൈവത്തിന് നമ്മെക്കുറിച്ച് പദ്ധതിയുണ്ട്, ദൈവത്തിന് നമ്മെക്കുറിച്ച് പ്ലാനുണ്ട്. അത് ഉൾക്കൊണ്ടുകൊണ്ട് നാം എങ്ങനെ ആയണമെങ്കിലും ഞാൻ ഏത് രീതിയിലും ദൈവമേ എന്നെ അങ്ങ് എടുത്തുകൊള്ളണമേ, ഞാൻ എൻ്റെ നിരാശയുടെ നീർക്കായത്തിൽ മുങ്ങി തപ്പിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്, എന്നെ കരിപിടിച്ച് ഉയർത്തണം, എന്നെ അങ്ങ് എടുത്തോളണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവം ഒരു ഉദ്ദേശമുണ്ട്, ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ ഒരു പദ്ധതിയുണ്ട്, ഉദ്ദേശമുണ്ട്. അതനുസരിച്ച് മാത്രമേ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ സാധ്യമായി തീരുകയുള്ളൂ. അതുകൊണ്ട് ഈ ഹൂസ്റ്റൺ വോയിസിന് വേണ്ടി നിങ്ങളോട് പറയുന്ന ഈ ഒരു സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കിക്കൊണ്ട് ഇവിടെ വിസിറ്റിങ്ങിന് വന്നതാണ്. പക്ഷേ തീർച്ചയായിട്ടും ഈ ഒരു മഹത് സംരംഭം എനിക്ക് വലിയൊരു കാര്യമായിട്ടാണ് ഞാനത് കരുതുന്നത്. പ്രത്യേകിച്ച് ആ സഹോദരനിൽ കൂടി സുവിശേഷ പ്രബോധനങ്ങൾ അനേകായിരങ്ങളിലേക്ക് എത്തട്ടെ. അത് നന്മാധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾക്ക് ഈ ചാനൽ ഉപയുക്തമാക്കി തീർക്കുവാൻ അദ്ദേഹത്തിനും കുടുംബത്തിനൊക്കെ സംഗതിയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അമേരിക്കൻ മലയാളീസിനെ അല്ലെങ്കിൽ ഈ ചാനൽ കാണുന്ന ഈ പ്രേക്ഷകർ പ്രത്യേകിച്ച് അല്ലെങ്കിൽ ശ്രവിക്കുന്ന
എല്ലാവരോടും പ്രത്യേകിച്ച് എല്ലാവരും സ്നേഹവും സന്തോഷമൊക്കെ അറിയിക്കുകയാണ്. അമേരിക്ക മനോഹരമാണ്, കനാൻ ദേശമാണ്. പക്ഷേ ആ കനാൻ ദേശത്തെ ദുർവിനിയോഗം ചെയ്യുന്ന പ്രവർത്തനങ്ങളൊന്നും ഉണ്ടാകരുത്. ഞാൻ ഡാലസിലൊക്കെ പോയി എന്ത് മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് അതൊക്കെ. ഹൂസ്റ്റണും എന്ത് മനോഹരമായ സ്ഥലങ്ങളാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലങ്ങളാണ്. ഇവിടെ ജീവിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷമാണ്. അതിന് ഉപോത്ബലകമായ രീതിയിൽ ക്രൈസ്തവ ആഭിമുഖ്യം കൂടെ നിലനിർത്തി ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ദൈവം സംഗതിയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇത്രയും നേരം നിങ്ങളോട് ഈ ഒരു പ്രബോധനം നൽകുവാനും എൻ്റേതായിട്ടുള്ള ഒരു വ്യക്തിപരമായിട്ട് എൻ്റെ പൊങ്ങച്ചമായിട്ട് കരുതരുത് ആരും, ദയവായിട്ട് കരുതരുത്. അങ്ങനെ പൊങ്ങച്ചം പറയാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ എൻ്റേതായിട്ടുള്ള നാട്ടിൽ നിന്ന് വന്ന് എൻ്റേതായിട്ടുള്ള മിനിസ്ട്രി എവിടെയാണ് എന്നുള്ളത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്തെങ്കിലും എൻ്റെ എന്നിൽ ശ്രേഷ്ഠത ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാണ്. ഞാൻ ആയിരിക്കുന്നത് ദൈവകൃപയാലാകുന്നെന്ന് പൗലോസ് ശ്ലീഹ പറഞ്ഞ ആ വാക്യം അന്വർത്ഥം ആക്കുന്നു. ഏവർക്കും എല്ലാവിധമായിട്ടുള്ള ഭാവുകങ്ങളും അനുഗ്രഹങ്ങളും ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. അച്ഛാ, നമ്മൾ ഇത് വീഡിയോ നിർത്തുന്നതിന് മുമ്പ് വ്യക്തിപരമായ രണ്ട് ചോദ്യങ്ങൾ. ഒന്ന്, അച്ഛൻ്റെ കുടുംബ പശ്ചാത്തലം, ഒന്ന് സഹോദരങ്ങളോ പേരൻസോ പറ്റി ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇന്നത്തെ അമേരിക്കയിലുള്ള അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള ടീനേജേഴ്സിൻ്റെ ഇന്ത്യൻ സഭകളുമായിട്ടുള്ള ബന്ധത്തിൽ എന്താണ് അച്ഛനൊരു നെഗറ്റീവോ പോസിറ്റീവോ കാണുന്നത്? ഓക്കെ. എൻ്റെ കുടുംബം ആദ്യമേ ഞാൻ പറഞ്ഞു, ഞാൻ കല്യാണം കഴിക്കാത്ത അച്ഛനാണ്, അവിവാഹിതനാണ്. എൻ്റെ പിതാവ് മരിച്ചുപോയി. ഞാൻ സെമിനാരി പഠിക്കുമ്പോൾ ഏകദേശം 33 വർഷമായി പിതാവ് മരിച്ചുപോയി. പിന്നെ അമ്മ ജീവിച്ചിരിപ്പുണ്ട്, 82 വയസ്സുണ്ട്. പിന്നെ രണ്ട് സഹോദരിമാരാണ്, അവരുടെ കുടുംബവുമായിട്ട് വലിയ പിള്ളേരാണ്. അവർക്ക് ഒരു സഹോദരിയുടെ മകളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. പിന്നെ മറ്റ് സഹോദരിക്ക് 2 ആൺപിള്ളേരാണ്, വലിയ പിള്ളേരാണ്, 20 വയസ്സ് കഴിഞ്ഞ പിള്ളേരാണ്. സ്ഥലം എൻ്റെ ഇതേ സ്ഥലം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യമേ പറഞ്ഞത് കൊട്ടാരക്കരയ്ക്കും കുണ്ട്രയ്ക്കും ഇടയ്ക്ക് മാറനാട് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. മാറനാട് ഒരു ഗ്രാമപ്രദേശം, അതുകൊണ്ട് ആരും അറിയത്തില്ല, അതുകൊണ്ട് കുണ്ട്ര കൊട്ടാരക്കര എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. മാറനാട് മിക്കവാറും ഈ ആർക്കും അറിയാൻ സാധ്യതയില്ല. ഒരു ഗ്രാമപ്രദേശമാണ്. അപ്പം ഒരു സഹോദരി അഹമ്മദാബാദിലാണ്, ഒരു സഹോദരി ഇപ്പം അവിടെ നാട്ടിൽ ഉണ്ട്. ഒരു കുടുംബമായിട്ട് താമസിക്കുന്നതിന് കുടുംബം. ഞാൻ ദയറായിലാണ്, ഞാനൊരു ആശ്രമത്തിലാണ്, ഞാൻ പറഞ്ഞതുപോലെ അവിവാഹിതർ താമസിക്കുന്നതാണ് ക്ലോസ്റ്റർ ആശ്രമം എന്നുള്ളത്. ആ ഒരു ആശ്രമത്തിൽ ശാസ്താംകോട്ടയ്ക്ക് സമീപമുള്ള ശൂരനാട് മൗണ്ട് സീനായ് ആശ്രമത്തിലാണ് ഞാനും. വേറെ ഒരു റംബാച്ചനുണ്ട്, റംബാച്ചൻ സന്യാസി ആണ്. റംബാച്ചന്മാർ തലയിൽ തുണിയിട്ട് തിരുവേനിമാരും 2 പേര് മസ്ലിംസ എന്ന് പറയും അതിന്. മസ്ലിംസ ഒരു KT ഗീവർഗീസ് റംബാച്ചനുണ്ട്. അപ്പോൾ ഞാനും ഇവിടെയാണ് അവിടെ താമസിക്കുന്നത്, ശൂരനാട് താമസിക്കുന്നത്. ടീനേജേഴ്സ് ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് ടീനേജ് എന്ന് പറയുന്നത്. സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ പറയുന്നത്, യൗവനക്കാരൻ നിൻ്റെ യൗവനത്തിൽ സന്തോഷിച്ചുള്ളൂ, യൗവനകാലത്തിന് നിൻ്റെ ഹൃദയം ആനന്ദിക്കട്ടെ. സന്തോഷദായകമായ അനുഭവമാണ്. ടീനേജേഴ്സിന് പഴയതുപോലെയുള്ള ഒരു കെട്ടപ്പെട്ട ജീവിതത്തിലേക്ക് പോകണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം. എല്ലാത്തിനും സ്വാതന്ത്ര്യം, ഏതിലേക്കും പോകാനുള്ള സ്വാതന്ത്ര്യമല്ല. ഉൽപ്പത്തി പുസ്തകത്തിലൊരു സ്വാതന്ത്ര്യം, ദൈവം എല്ലാ സൗഭാഗ്യങ്ങളും ആദാമിനും ഹവ്വായ്ക്കും കൊടുത്തു, പക്ഷേ ഒന്നും കൊടുത്തില്ല. നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിലെ ഫലം ഭക്ഷിക്കരുത്, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ബാക്കിയെല്ലാം നിങ്ങൾ ആസ്വദിച്ചോ, പക്ഷേ നടുവിൽ നിൽക്കുന്ന ഒരു നിയന്ത്രണം കൊടുത്തു, ഒരു നിയന്ത്രണ രേഖ. അതുപോലെ ടീനേജേഴ്സും പ്രത്യേകം ശ്രദ്ധിക്കുക, സമൂഹത്തിൻ്റെയും ഒരു ആത്മീയ മേഖലകളിലൊക്കെ നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കണം. അതാണ് ഏറ്റവും പ്രധാനമായിരിക്കും. നിയന്ത്രണ രേഖ ഭേദിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ആദ്യ മാതാപിതാക്കൾക്ക് ഒരു ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താകേണ്ടതായിട്ട് വന്നു. അനുസരണക്കേട് കാട്ടി അവർക്ക് ദൈവത്തെ പോലെ ആയിത്തീരണമെന്നുള്ളൊരു അമിതമായ ഒരു ആത്മവിശ്വാസമോ അമിതമായ പ്രതീക്ഷയോ ഒക്കെ വെച്ച് പുലർത്തി സാത്താൻ സംസാരിച്ച വചനത്തിന് പ്രാധാന്യം കൊടുത്തു എന്നുള്ളതാണ്. സാത്താൻ സംസാരിച്ച വചനം ദൈവവചനത്തെക്കാൾ ഉപരിയായിട്ട് സാത്താന്യ വചനത്തിന് പ്രാധാന്യം നൽകി അതുകൊണ്ടെന്താ ദൈവം അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി എന്നുള്ളതാണ്. ഇന്നത്തെ യുവജനങ്ങളൊക്കെ മിക്കവാറും ടീനേജേഴ്സൊക്കെ കഴിയുമ്പോൾ ഞാൻ ആദ്യം ഇതിനകത്ത് ഞാൻ പറഞ്ഞായിരുന്നു, ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെടുക എന്ന് ഏറ്റവും കൂടുതൽ 5 വർഷത്തിൽ കൂടുതൽ ജീവിക്കത്തില്ലെന്നാണ് ഈ ഡോക്ടേഴ്സൊക്കെ പറയുന്നത്. ഈ കഞ്ചാവിനും അതുപോലെ തന്നെ ചരസിനും ഒക്കെ അടിമപ്പെട്ട് ഒരു ജീവിതം സുഖസമ്പൂർണ്ണമായിട്ട് അനന്തവിഹായസിൽ പറന്നു നടക്കാമായിരിക്കാം, പക്ഷേ അത് പരിധിയുണ്ട്. 5 വർഷത്തിൽ കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ലോകം വിട്ട് പോകേണ്ടതായിട്ടുള്ളൊരു ദുസ്ഥിതി വരും. നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന ആയുസ് ചിലപ്പം 70-80 വയസ്സൊക്കെ ആയിരിക്കും. 20-നും 30-നും ഇടയ്ക്ക് അല്ലെങ്കിൽ 10-നും 20-നും ഇടയ്ക്ക് ആളുകൾ കുട്ടികൾ മരിച്ചുകൊണ്ടിരിക്കുക എന്ന് ബൈക്ക് ആക്സിഡൻറ്റ്. എന്തുകൊണ്ടാണ്?
ഇവർക്ക് എങ്ങനെ ഒരു തത്രപ്പാടാ ഇത്, ഇങ്ങനെ ഈ ലോക ജീവിതം എന്ന് പറഞ്ഞാൽ ആസ്വദിക്കാനുള്ളതാണെന്നുള്ളൊരു മിഥ്യാധാരണയിൽ അവർ ഈ അരുതാത്തതെല്ലാം പ്രവർത്തിച്ച് മുമ്പോട്ട് പോവുക. എല്ലാ ടീനേജേഴ്സും ആണെന്ന് പറയുന്നില്ല. ടീനേജേഴ്സിൽ പൊതുവേ നമ്മളൊക്കെ ടീനേജ് കഴിഞ്ഞ് വന്നവരാണല്ലോ. ടീനേജിൽ പലപ്പോഴും ഇതുപോലെയുള്ള ഒരു അധമ ചിന്തകളിലേക്കും തെറ്റിപ്പോകണമെന്നുള്ള, അല്ലെങ്കിൽ മറ്റുള്ളവരെ ദൈവവിശ്വാസം ഇല്ലാത്തവരുടെയൊക്കെ കൂടെ പോകണമെന്നുള്ളവരും ഒക്കെ ഒരു ചിന്ത ജീവിതത്തിൽ ഇന്ന് പഠിക്കാൻ പോകുന്ന പെൺകുട്ടികളൊക്കെ MBBSനൊക്കെ നല്ല രീതിയിൽ പഠിക്കുന്ന വിശ്വാസികളായ ദൈവവിശ്വാസമുള്ള കുട്ടികൾ, ഈ ആധ്യാത്മിക സംഘടനകളിലൊക്കെ പ്രവർത്തിച്ച കുട്ടികളൊക്കെ ഇന്ന് അവിശ്വാസികളുടെയും അതുപോലെ തന്നെ അധമ പ്രവർത്തനം നടത്തുന്നവരുടെയും ഒക്കെ പിന്നാലെ പോകുന്നത് എന്ത് ശോച്യാവസ്ഥയാണ്. മാതാപിതാക്കൾക്ക് ഒരു റോളും ഇല്ലാത്ത ഒരു സ്ഥിതിവിശേഷമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരാണ് ഇന്ന് ഞങ്ങൾ പറയുന്നത് കേൾക്കണം. ഗവൺമെൻറ് അവരുടെ കൂടെയാണ്, കോടതി അവരുടെ കൂടെയാണ്. പക്ഷേ മാതാപിതാക്കൾ നിസ്സഹായരായി നിന്ന് വിലപിക്കുന്നത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാണ്, നിയമം അവരുടെ കൂടെ ആയിപ്പോയി. നിയമസംഹിതകളും ഗവൺമെൻറ്റും എല്ലാം അവരുടെ കൂടെയാണ്. ഇതിന് ഒത്താശ ചെയ്യുന്ന ഈ മ്ലേച്ഛതകൾക്കൊക്കെ പ്രോത്സാഹനം നൽകുന്ന പ്രവണത ആശാസ്യമല്ല എന്ന് പ്രത്യേകമായിട്ട് ഇതിൻ്റെ അധികാരികൾ പ്രത്യേകമായിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് അവർക്ക് ഈ തിന്മ പ്രവർത്തനങ്ങൾക്ക് ഉത്തേജനം നൽകുന്ന രീതിയിൽ ഒരിക്കലും അവർക്ക് പ്രോത്സാഹനം കൊടുക്കരുത്. അവരെ നല്ല വഴിയിൽ എങ്ങനെ നയിക്കാം എന്നുള്ളൊരു ചിന്തയാണ്. പക്ഷേ ഇന്നിപ്പം ഒരു 18 വയസ്സ് പൂർത്തിയാവാനിരിക്കുക പെൺകുട്ടികൾ ആരുടെയെങ്കിലും കൂടെ ഇറങ്ങിപ്പോകാൻ വേണ്ടി. ഇങ്ങനെ ആ ഒരു ചിന്ത 17 വയസ്സായി കഴിഞ്ഞാൽ കേസായി പോവും. അതുകൊണ്ട് 18 വയസ്സ് കൃത്യമായിട്ട് തികയുന്ന ദിവസം അവർ ഉദ്ദേശിക്കുന്ന ആളുടെ കൂടെ പോവും. അത് ശോഭനമായിട്ട് പോകും, അത് സ്മൂത്തായിട്ട് പോകത്തില്ല. ആ ത്രില്ല് കഴിയുമ്പോൾ ആണ് അവരുടെ ആ ഒരു മനോഭാവം, അതിൻ്റെ ആ ഒരു ശോച്യാവസ്ഥ പിന്നീട് മനസ്സിലാക്കുന്നത്. പിന്നീട് അതിൽ നിന്ന് കരകയറി പോകാൻ പിന്നെ പറ്റത്തില്ലത്. ഒരു മുങ്ങിത്താണ് കഴിഞ്ഞാൽ അത് പിന്നീട് അതിൽ നിന്ന് ഒരു വിമോചനം അസാധ്യമായ കാര്യമാണ്. അതുകൊണ്ട് സഹിച്ച് കഴിയുന്ന കുട്ടികളുണ്ട് ഇപ്പോഴും. വീട്ടിൽ ചെന്നാൽ വീട്ടിൽ കയറ്റത്തില്ല. പിന്നീട് അങ്ങനെ ആത്മഹത്യ ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ട്. പിന്നെ സഹിച്ച് കഴിയുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഒരിക്കലും നിങ്ങൾ ആ ഒരു നിയന്ത്രണ രേഖ ഭേദിച്ച് മുമ്പോട്ട് പോകരുത്. വിവേകം പൂർണ്ണമായ സമീപനമാണ് ടീനേജേഴ്സ്. അതുപോലെ തന്നെ കൗമാരത്തിൽ നിന്ന് യൗവനാവസ്ഥയിലേക്ക് കയറുമ്പോഴൊക്കെ ഈ വിവേകം വിട്ടൊരിക്കലും പെരുമാറരുത്. ദൈവവിരുദ്ധമായ മാർഗ്ഗങ്ങൾ അവലംബിച്ച് മുമ്പോട്ട് പോകരുത്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ താൽക്കാലികമായ സന്തോഷം ലഭ്യമായി തരുമായിരിക്കാം, പക്ഷേ അത് പിന്നീട് നയിക്കുന്നത് ഏറ്റവും ശോച്യാവസ്ഥയിലേക്ക്, ദയനീയമായൊരു ദുസ്ഥിതിയിലേക്കായിരിക്കും എന്ന ചിന്ത നിങ്ങളെ ഭരിക്കട്ടെ. ദൈവവിശ്വാസം അപങ്കുരമ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുക നിങ്ങൾ കഴിയട്ടെ എന്ന് ടീനേജേഴ്സിന് നൽകുന്ന സന്ദേശം എനിക്ക് അച്ഛൻ്റെ യാത്ര സഫലമായി തീരട്ടെ. താങ്ക് യു. എനിക്ക് ഈ സെന്നിയെ പരിചയപ്പെടാൻ പറ്റിയില്ല, സന്തോഷം. ആ ടെസ്റ്റ്മെൻ്റ് കേട്ടിട്ട് എനിക്ക് ഭയങ്കര പ്രയാസമായി പോയി. ദൈവം വിടുവിച്ചതാണ് തീർച്ചയായിട്ടും. ദൈവം വിടുവിച്ചത് ദൈവത്തോടുള്ള നന്ദിയായിട്ട് മാറ്റിക്കൊണ്ട് ആ ഒരു ചാനൽ തന്നെ നടത്തി അതിലൂടെ അനേകരെ ആ പ്രബോധനത്തിലൂടെ നല്ല നന്മാധിഷ്ഠിതമായ പ്രവർത്തനത്തിലേക്ക്, മൂല്യാധിഷ്ഠിതമായ പ്രവർത്തനത്തിലേക്ക് നയിക്കുന്ന സെന്നിക്ക് ഒരിക്കൽ കൂടെ ആശംസ. താങ്ക് യു സോ മച്ച് അച്ഛൻ. ഇരുളു മൂടിയൊരിട വഴി കേളിൽ ഇടറി വീഴും ഞങ്ങളെ വഴിയൊരുക്കി വഴി നടത്തും ഇടയനല്ലോ നീ, ഇടയനല്ലോ നീ. അഴലു കണ്ടാലവിടെയെത്തും കരുണയുള്ളോനേ, തൊഴുതു നിൽപ്പൂ നിന്റെ മുമ്പിൽ മെഴുതിരികളും ഞങ്ങളും. തൊഴുതു നിൽപ്പൂ നിന്റെ മുമ്പിൽ മെഴുതിരികളും ഞങ്ങളും, മെഴുതിരികളും ഞങ്ങളും. ഇരുളു മൂടിയൊരിടവഴികളിൽ ഇടറി വീഴും ഞങ്ങളെ വഴിയൊരുക്കി വഴി നടത്തും ഇടയനല്ലോ നീ, ഇടയനല്ലോ
താങ്ക്സ്. പേര് ജോയിക്കുട്ടി അച്ഛൻ എന്നാണ്.